പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കാണാതായ അസം സ്വദേശിയായ 13 വയസ്സുകാരിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചിപ്പോൾ പരിശോധന നടത്തുകയാണ്. വൈകുന്നേരം 4 മണിക്കാണ് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയത്. ആഷിൻ ഡിയാഗോ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആഷിൻ ഡിയാഗോ, ഇപ്പോൾ പരിശോധന ഏതു ഭാഗത്താണ് നടക്കുന്നത്? എന്താണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം? അരുൺ, നിലവിലിപ്പോൾ പോലീസിന്റെ ഡോഗ് സ്ക്വാഡ് ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. പെൺകുട്ടിയുടെ വീടിന് സമീപമാണ് ഇത്തരത്തിൽ പോലീസിന്റെ ഡോഗ് സ്ക്വാഡ് ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നത്. രാവിലെ 10 മണിയോട് കൂടിയാണ് ഈ പെൺകുട്ടി വീട്ടിൽ അമ്മയോട് വഴക്കുണ്ടാക്കി വീട് വിട്ട് ഇറങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 4 മണിയോട് കൂടിയാണ് രക്ഷിതാക്കൾ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുന്നത്. ആ സമയം മുതൽ ഊർജിതമായ പരിശോധനയാണ് ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. പക്ഷേ അതിൽ പ്രത്യേകിച്ചൊന്നും പോലീസിനെ കണ്ടെത്താനായിരുന്നില്ല. പിന്നീട് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തിയിരുന്നു. ഈ ബാഗുമായാണ് ഈ പെൺകുട്ടി ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അസം സ്വദേശിയായിട്ടുള്ള അൻവർ ഹുസൈൻ്റെ മകളാണ്. 3 മക്കളിൽ ഒരാളാണ് വീട് വിട്ട് രാവിലെ ഇറങ്ങിയിട്ടുള്ളത്. ഈ പെൺകുട്ടിയുടെ പേര് തസ്മിത് തംസം എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. ഈ പെൺകുട്ടി രാവിലെ അയൽ വീട്ടിലുള്ള കുട്ടികളുമായി വഴക്കുണ്ടാക്കിയിരുന്നു. തുടർന്ന് ഈ പെൺകുട്ടിയെ അമ്മ ശകാരിച്ചിരുന്നു. ഈ ശകാരത്തെ തുടർന്നാണ് പെൺകുട്ടി വീട് വിട്ടിറങ്ങിയത് എന്നുള്ളതാണ് സംശയം. കാരണം ഈ രക്ഷിതാക്കൾ അടുത്ത് തന്നെയുള്ള സെയിൻറ് ആൻഡ്രൂസ് സ്കൂളിലെ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളുകളാണ്, അവിടുത്തെ ഗാർഡനിൽ പണിയെടുക്കുന്ന ആളുകളാണ്. രാവിലെ പെൺകുട്ടിയെ ഇത്തരത്തിൽ വഴക്ക് പറഞ്ഞതിന് ശേഷം ഇവർ സ്കൂളിലേക്ക് പോയിരുന്നു. ബാക്കി 2 കുട്ടികളും ഈ പെൺകുട്ടിയും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് പെൺകുട്ടി വീട് വിട്ടിറങ്ങിയത് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. വൈകുന്നേരം ഇവർ വീട്ടിലെത്തി മറ്റു കുട്ടികളോട് ഈ പെൺകുട്ടി എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല എന്നുള്ളൊരു മറുപടിയാണ് ലഭിച്ചത്. തുടർന്ന് ഈ സമീപ പ്രദേശങ്ങളിലേക്ക് പരിശോധന നടത്തിയ ശേഷം ഇവർ നേരെ കഴക്കൂട്ടം പോലീസിലെത്തി പരാതി നൽകുകയായിരുന്നു. കഴക്കൂട്ടം പോലീസിൽ പരാതി ലഭിച്ചയുടൻ വൈകുന്നേരം 4 മണിയോട് കൂടിയാണ് ഈ പരാതി ലഭിക്കുന്നത്. പരാതി ലഭിച്ചയുടൻ തന്നെ പോലീസ് ഇവിടെ എത്തി പരിശോധന നടത്തുകയും പിന്നീട് CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഈ പെൺകുട്ടി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ പെൺകുട്ടി വീട് വിട്ടിറങ്ങുമ്പോൾ ബാഗിൽ ഡ്രസ്സും കരുതിയിരുന്നു എന്നുള്ളതാണ് ഈ മറ്റു കുട്ടികളിൽ ഇപ്പോൾ നമുക്ക് ഈ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഈ കുട്ടി ഇവിടെ നിന്നും കഴക്കൂട്ടം ഭാഗത്തു നിന്നും എങ്ങനെ മറ്റു ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് കേന്ദ്രീകരിച്ചാണ് പോലീസ് പ്രധാനമായും അന്വേഷണം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി ഈ റെയിൽവേ സ്റ്റേഷനുകൾ ഒക്കെ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഡോഗ് സ്ക്വാഡിൻ്റെ സഹായത്തോടു കൂടി ഒരു പരിശോധന പോലീസ് ആരംഭിച്ചിട്ടുള്ളത്. ഈ പെൺകുട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ പെൺകുട്ടിക്ക് അസമീസ് ഭാഷയല്ലാതെ മറ്റൊന്നും അറിയില്ല എന്നുള്ളതാണ്. കാരണം ഈ പെൺകുട്ടി 1 മാസം മുൻപാണ് ഇത്തരത്തിൽ ഈ കഴക്കൂട്ടത്ത് ഇവരിവിടെ എത്തി താമസം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷും മലയാളം മറ്റ് ഭാഷകളൊന്നും പെൺകുട്ടിക്ക് അറിയില്ല. അസമീസ് ഭാഷ മാത്രമാണ് കുട്ടിക്ക് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അതും ഈ ഒരു തെരച്ചിൽ അന്വേഷണത്തിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത്രയും നേരമായിട്ടും ഈ പെൺകുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും പോലീസിന് ലഭിക്കുന്നില്ല. CCTV പരിശോധിക്കുന്നു, പക്ഷേ ഈ പരിശോധനയിലൊന്നും കണ്ടെത്താനാകുന്നില്ല. ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. ഈ വീടിന് സമീപത്ത് ഈ ഇത്തരത്തിൽ ഈ പട്ടി എത്തിച്ച് ഈ നായ എത്തിച്ചുള്ള പരിശോധനയാണ്. ഇവിടെ 1-2 സ്ഥലങ്ങളിലെല്ലാം ഈ ഡോഗ് സ്ക്വാഡിലെ നായ ഇവിടെയൊക്കെ കയറുന്നുണ്ട്. പക്ഷേ കൃത്യമായി ഒന്നും പോലീസിനെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ഈ പെൺകുട്ടിയെ കാണാതെ ഇത്ര മണിക്കൂറുകൾ പിന്നിടുന്നു, ഇതുവരെ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ അമ്മയുമായി പിണങ്ങി ഈ പെൺകുട്ടി വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് വീട്ടിൽ ബാക്കി അനിയത്തിയും അതുപോലെ തന്നെ ബാക്കി 2 കുട്ടികളും ഉണ്ടായിരുന്നു. ഇവർ എവിടെയാണ് എന്നുള്ളതും ഇവർ എന്തുകൊണ്ട് ഇത് അറിഞ്ഞില്ല എന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി ബാഗിൽ സാധനങ്ങളുമായി തന്നെയാണ് പോയത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പെൺകുട്ടി ഇവിടെ നിന്നും എങ്ങോട്ടാണ് പോയത്? ബസ് കയറിയാണോ അതോ ട്രെയിനിൽ നിന്നാണോ പോയത് എന്നുള്ള സംശയം പോലീസിനുണ്ട്. പോലീസ് നിലവിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും ഇതുവരെയും ഈ പെൺകുട്ടിയെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കണിയാപുരം ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ കാണാതിരിക്കുന്ന ഈ ഒരു തംസം എന്ന ഈ 13-കാരി. ഇതുവരെയും പെൺകുട്ടിയെ കണ്ടെത്താനായിട്ടില്ല. DCP ഭരത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഈ വീടിൻ്റെ ഭാഗത്തായി പരിശോധന പോലീസ് എത്തി, കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി ഇവരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. മറ്റ് ആളുകളുടെ നേതൃത്വത്തിൽ, അവരുടെ നാട്ടുകാരുടെ നേതൃത്വത്തിലും പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ മറുഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മയുമായി ഇപ്പോൾ പോലീസ് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുകയാണ്. ഈ രാവിലെ മുതൽ തന്നെ ഈ പെൺകുട്ടി ഇത്തരത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എങ്കിലും CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ
അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താനാകാത്തത് പോലീസിന് നിലവിൽ തിരിച്ചടിയാണ്. അങ്ങനെയെങ്കിൽ ഈ പെൺകുട്ടി എങ്ങോട്ടാണ് പോയത്? ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഹൈവേയിൽ നിന്നും ബസ് കയറി എങ്ങോട്ടെങ്കിലും പോയതാണോ, അതോ മറ്റേതെങ്കിലും വാഹനങ്ങൾ എങ്ങോട്ടെങ്കിലും പോയതാണോ, അതോ മറ്റെവിടെയെങ്കിലും മാറി നിൽക്കുകയാണോ എന്നുള്ള കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ അന്വേഷണം നടത്തുന്നുമുണ്ട്. അരുൺ. അശ്വിൻ, ഇപ്പോൾ നിലവിൽ ഈ ഡോഗ് സ്ക്വാഡ് കൂടാതെ ഈ CCTV ഇത് രണ്ടും കേന്ദ്രീകരിച്ച് തന്നെയാണോ പോലീസിന്റെ നിലവിൽ അന്വേഷണം നടക്കുന്നത്? മറ്റൊന്ന്, പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി കൂടി എപ്പോഴാണ് ഈ കുട്ടിയെ കാണാതായത്, നിലവിലെ സാഹചര്യം കൂടി ഒന്നുകൂടി വിശദീകരിക്കാമോ അശ്വിൻ, വിശദമായി? റോഷ്നി, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് പെൺകുട്ടിയെ 13 വയസ്സുകാരിയായ പെൺകുട്ടിയെ കഴക്കൂട്ടത്തു നിന്നും ഇത്തരത്തിൽ അമ്മ വഴക്ക് പറഞ്ഞതിനെ തുടർന്ന് വീട് വിട്ട് ഇറങ്ങുന്നത്. അസം സ്വദേശിയും നിലവിൽ കഴക്കൂട്ടത്ത് താമസിക്കുന്ന അൻവർ ഹുസൈൻ്റെ 3 മക്കളിൽ ഒരാളാണ് ഇപ്പോൾ വീട് വിട്ട് ഇറങ്ങിയിട്ടുള്ളത്. തസ്മിത് തംസം എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. ഈ പെൺകുട്ടി സമീപത്തെ വീട്ടിലെ കുട്ടികളുമായി രാവിലെ വഴക്കുണ്ടാക്കുകയും ഇതേ കണ്ടെത്തിയ അമ്മ ഈ കുട്ടിയെ വഴക്ക് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഈ അമ്മ കുട്ടിയെ വഴക്ക് പറയുന്നതിൽ മനം നൊന്ത്, അല്ലെങ്കിൽ അതിൽ ആ ഒരു കാരണത്താലാണ് പെൺകുട്ടി വീട് വിട്ട് ഇറങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടി ഈ ഒരു സംഭവം നടക്കുന്നു. പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും ഈ സമീപത്ത് തന്നെയുള്ള കഴക്കൂട്ടത്ത് തന്നെയുള്ള സെയിൻറ് ആൻഡ്രൂസ് സ്കൂളിൽ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളുകളാണ്. ഇവർ ജോലിക്ക് പോയതിനു ശേഷം ഈ പെൺകുട്ടിയും മറ്റ് 2 കുട്ടികളുമാണ്, അതായത് 3 മക്കളിൽ ബാക്കി 2 കുട്ടികളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഈ അച്ഛനും അമ്മയും രാത്രി വൈകുന്നേരത്തോടു കൂടി വീട്ടിൽ തിരിച്ചെത്തുന്നു. വീട്ടിൽ തിരിച്ചെത്തി ഈ പെൺകുട്ടി അന്വേഷിക്കുമ്പോൾ കാണാനില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 2 കുട്ടികളോടും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴക്കൂട്ടത്ത് 13-കാരി വീട് വിട്ടിറങ്ങിയ സംഭവത്തിലാണ് ഇപ്പോൾ കുട്ടിക്കായുള്ള തിരച്ചിൽ നടത്തുകയാണ്. ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണ് പോലീസ്. അത് കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും നിലവിൽ പോലീസിന് ലഭിച്ചിട്ടില്ല. കഴക്കൂട്ടത്ത് 13-കാരിക്ക് വേണ്ടി വീട് വിട്ടിറങ്ങിപ്പോയ കുട്ടിയാണ്. ആ കുട്ടിയെ കണ്ടെത്തുന്നതിനായി പോലീസ് നിലവിൽ അന്വേഷണത്തിനാണ്. അശ്വിൻ, എന്താണ് പറഞ്ഞു വന്നത്? നിലവിൽ പോലീസിന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ അശ്വിൻ? റോഷ്നി, നിലവിൽ പോലീസിന് ഈ പെൺകുട്ടിയിലേക്ക് എത്തുന്ന തരത്തിൽ യാതൊരു ക്ലൂവും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം രാവിലെ മുതൽ CCTV കേന്ദ്രീകരിച്ചുള്ള പരിശോധനയായിരുന്നു. അതിൽ ഫലമുണ്ടാകുന്നില്ല. പിന്നീട് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലുമൊക്കെ പരിശോധന നടത്തുന്നു. ബാഗുമായി ഇറങ്ങിയ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ എവിടേക്കെങ്കിലും മാറി നിൽക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ അടക്കം പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അവിടെയും കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്നായി പെൺകുട്ടിക്ക് അസമീസ് ഭാഷയല്ലാതെ മറ്റൊന്നും അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇതും അന്വേഷണത്തെ ബാധിക്കുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പെൺകുട്ടി എവിടെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ചേട്ടാ, നിങ്ങൾക്ക് നാട്ടുകാരാണോ? ഈ പെൺകുട്ടി അറിയുന്നതാണോ? ഇല്ലില്ല, ഞങ്ങൾ അറിയില്ല. ഇവരെത്ര നാളെ ഇവിടെ താമസിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും അറിയോ? ഈ കുട്ടി വന്നിട്ട് ഒരാഴ്ച എന്നാണ് അറിഞ്ഞത്. നമുക്കറിയില്ല, കണ്ടിട്ടില്ല. അറിഞ്ഞിട്ട് 10 ദിവസം ആയുള്ളൂ പറയുന്നത് ഇവിടെ താമസമായിട്ട്. ഈ കുട്ടി എങ്ങനെ നേരത്തെ പുറത്തേക്ക് നിങ്ങൾ ആരും കണ്ടിട്ടില്ല? നിങ്ങൾ അയൽവാസികളാണോ അതോ? അയൽവാസി ഇവിടെ അപ്പുറത്തുള്ളതാണ് താമസം. രാവിലെ ഇങ്ങനെ ആരെങ്കിലും ഈ വഴി പോകുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുകയോ അങ്ങനെ എന്തെങ്കിലും? 2 മണിക്ക് ശേഷമൊന്നും കണ്ടില്ലെന്നും പറഞ്ഞ് പോലീസൊക്കെ വന്ന് അപ്പോഴാണ് നമ്മൾ അറിയണത്. ഈ വീട്ടുടമ എവിടെയാണുള്ളത് അതറിയോ? ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത്. എന്തായാലും ഈ അടുത്ത് താമസത്തിനെത്തിയ ആളുകളാണല്ലേ? ഇതിൻ്റെ ഈ വീട്ടിൽ താമസിക്കുന്നതാണ് ഇയാൾ. ആരാണ് ചേട്ടൻ? നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്ന ആളാണോ? ഈ കുട്ടി നേരത്തെ മുറ്റത്തെങ്ങാനും വെച്ച് രാവിലെ എങ്ങനെ കണ്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോലീസ് വരുന്ന സമയത്താണ് ഇന്താണ് സംഭവം എന്നുള്ള അറിയണത്. അതുവരെ ഞാൻ അറിഞ്ഞില്ല. രാവിലെ കുട്ടി അമ്മ വഴക്ക് പറയുന്നു എന്ന് പറയുന്നുണ്ട്, അതെങ്ങനെ കേട്ടിരുന്നു? പറയണുണ്ട്, പക്ഷെ എന്തിനാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പറഞ്ഞാൽ അടി കൊടുത്തെന്നെല്ലാം പറയണ്, വേറെ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഈ ചേട്ടൻ രാവിലെ പണിക്ക് പോവാണോ? രാവിലെ പണിക്ക് പോവായിരുന്നു? പോയില്ല, ഞാൻ ഈ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് കട തുറക്കണത്. സാധനം വാങ്ങിക്കാനായിട്ട് ഞാൻ പോയിട്ട് വരും. അപ്പോൾ പോയിട്ട് വരുന്നപ്പോൾ 12 മണിയാവും. 12 മണിയായപ്പോൾ സാധനം എല്ലാം എടുത്ത് വെച്ച് ഇവിടെ കട തുറക്കാനായിട്ട് ഇരുന്നപ്പോൾ തുടങ്ങാനായിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ 2 മണിയായി. അപ്പോഴാണ് ഈ പോലീസെല്ലാം ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോഴാണ് സംഭവം അറിയണത് എന്തിനാണെന്നുള്ളത്. അല്ലാതെ വേറെ എനിക്കൊരു
എന്തായാലും ഈ പെൺകുട്ടിയെ രാവിലെ മുതൽ തന്നെ കാണാനില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടി ഈ പെൺകുട്ടി ബാഗുമായി വീട് വിട്ടിറങ്ങുന്നു. പിന്നീട് മാതാപിതാക്കൾ, രക്ഷിതാക്കൾ വീട്ടിലെത്തി മറ്റു കുട്ടികളോട് ചോദിക്കുമ്പോഴാണ് ഈ പെൺകുട്ടിയെ കാണാനില്ല എന്ന് മനസ്സിലാക്കുന്നത്. തുടർന്ന് കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകുന്നു. 4 മണിയോടുകൂടി പരാതി ലഭിക്കുന്നു. പിന്നീട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഊർജിതമായ ഈ പെൺകുട്ടിയെ കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമം നടക്കുന്നു. പക്ഷേ ഇത്രയും മണിക്കൂറുകളായിട്ടും ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഏതാണ്ട് 10-12 മണിക്കൂറിന് ശേഷവും ഈ പെൺകുട്ടിയെ 10 മണിക്കാണ് പെൺകുട്ടി രാവിലെ കാണാതാകുന്നത്. ഇപ്പോൾ മണി 10:20 ആകുന്നു. ഏതാണ്ട് 10-12 മണിക്കൂറുകൾ പിന്നിടുന്നു. ഇപ്പോഴും പെൺകുട്ടിയെ കണ്ടെത്താനാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല ഈ പെൺകുട്ടിയിലേക്ക് എത്തുന്ന തരത്തിൽ യാതൊരു സൂചനയും പോലീസിന് ലഭിക്കുന്നില്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. CCTV-കൾ പോലീസ് ഈ ചുറ്റുമുള്ള വീടുകളിലെ CCTV-കൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ജംഗ്ഷനിലൊക്കെ ഉള്ള കടകളിലുള്ള CCTV-കളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. മറ്റൊന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ കുട്ടിയെ കണ്ടെത്തുന്നതിനുള്ള ഒരു പരിശോധന പാരലായി നടക്കുന്നുണ്ട്. അങ്ങനെ ഈ കുട്ടിയെ കണ്ടെത്തുന്നതിനുള്ള വ്യാപകമായ ഒരു പരിശോധനയാണ് ഇപ്പോൾ ഈ കഴക്കൂട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ പരിശോധന നടത്തുന്നത് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. പെൺകുട്ടി പോയതാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മറ്റെവിടെയെങ്കിലും പോകാനുള്ള സാധ്യതയാണ് പോലീസ് കാണുന്നത്. പക്ഷേ ഈ പെൺകുട്ടി കഴക്കൂട്ടത്തു നിന്നും എങ്ങനെ ഈ കൊച്ചുവേളി അല്ലെങ്കിൽ തമ്പാനൂർ ഈ 2 റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ പെൺകുട്ടിയെ മറ്റാരെങ്കിലും വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോയോ അല്ലെങ്കിൽ പെൺകുട്ടി സ്വയമേ ബസ് കയറി പോയതാണോ എന്നുള്ള സംശയങ്ങളടക്കം പോലീസിനുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഡോഗ് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധന ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. പക്ഷേ ഈ വീട് പരിസരത്ത് നിന്നും കുറച്ച് ദൂരം പോലീസ് നായ ഓടിയെത്തി എന്നുള്ളതല്ലാതെ മറ്റൊന്നും കണ്ടെത്താനാകാത്ത ഒരു സാഹചര്യമാണ് ഉള്ളതും. ഈ വലിയ രീതിയിലുള്ള പരിശോധന ഈ പെൺകുട്ടിക്ക് വേണ്ടി നടക്കുന്നുമുണ്ട്. റോഷ്നി. അശ്വിൻ, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ അതിന് സമീപമായിട്ടുള്ള വഴികളിൽ അല്ലെങ്കിൽ ഈ പ്രധാന റോഡുകളിലേക്ക് കയറുന്നിടത്തെ കടകളിൽ നിന്നൊക്കെയുള്ള CCTV പോലീസ് ശേഖരിക്കുന്നുണ്ടോ? റോഷ്നി, പോലീസ് ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളിൽ, അതായത് കഴക്കൂട്ടം ഇത് റെസിഡൻഷ്യൽ ഏരിയയാണ്, ഈ ഭാഗങ്ങളിലുള്ള കടകൾ, വീടുകൾ കേന്ദ്രീകരിച്ചുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു. അവിടെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ പോലീസിന് പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പെൺകുട്ടി രാവിലെ ആരും അറിയാതെ, ഈ നേരത്തെ നമ്മളോട് ഈ വീടിന് തൊട്ടു മുന്നിലുള്ള ഒരു ചേട്ടൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് അദ്ദേഹവും കൃത്യമായി കണ്ടിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ പെൺകുട്ടി ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഇവരും ഈ കുടുംബം ഇവിടെ താമസിക്കാനായി എത്തുന്നത്. പക്ഷേ എന്നിട്ടും ഈ പെൺകുട്ടി ഇവിടെ എത്തി, ഈ പെൺകുട്ടി ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് ഇവിടെയുള്ള ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഈ നാട്ടുകാർ പറയുന്നത് പെൺകുട്ടി ഇത്തരത്തിൽ ഇവിടെ നിന്ന് പോകുന്നത് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് തന്നെയാണ് പോലീസിനെ കുഴപ്പിക്കുന്നതും. കാരണം CCTV ദൃശ്യങ്ങളിലും പോലീസിന് പ്രത്യേകിച്ച് ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യം. നാട്ടുകാർ ഈ പെൺകുട്ടി പോകുന്നത് കാണുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ കുട്ടി എങ്ങോട്ടാണ് മാറിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ ഒരു ചോദ്യത്തിൽ ഉത്തരം കണ്ടെത്താനായി പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. ഇവിടെയുള്ള ആളുകളുമായി വിശദമായി സംസാരിക്കുന്നു. അമ്മയിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നു. അച്ഛനിൽ നിന്നും കാര്യങ്ങൾ ശ്രമിക്കുന്നു. നാട്ടുകാരിൽ നിന്നും ചോദിച്ചറിയുന്നു. റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നു. ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നു. മറ്റ് വാഹനങ്ങൾ ഇവിടെ സമീപത്തായിരുന്നുള്ള ഓട്ടോ ടാക്സി അവരുമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. മറ്റ് KSRTC ബസ്സിൽ ഇവിടെ നിന്നും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ കഴക്കൂട്ടം ഹൈവേ വരുന്നത്. ഇവിടെ നിന്നും ബസ് കയറി പോയ ഒരു സാഹചര്യവും ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വരും മണിക്കൂറുകളിലും പരിശോധന നടത്താനാണ് സാധ്യത. ഇപ്പോൾ ഈ പോലീസ് നായ വീണ്ടും പരിശോധന ബ്ലോക്ക് ഓഫീസിലോട്ട് നോക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും പരിശോധന, ഊർജിതമായ ഒരു ശ്രമം, ഈ കുട്ടിയെ കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമം തന്നെ നടക്കുന്നുണ്ട്. കൂടുതൽ പോലീസ് അടക്കം ഉദ്യോഗസ്ഥരടക്കം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വലിയ രീതിയിലുള്ള പരിശോധന ഈ പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ അതുപോലെ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധനയ്ക്ക് ശേഷം പോലീസ് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഇതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെ നിന്നും മറ്റുള്ളവരെ മാറ്റുകയാണ്. ഈ പെൺകുട്ടി എവിടെ എന്നുള്ളതാണ് ചോദ്യം. കാരണം 12 മണിക്കൂർ പിന്നിടുന്നു. ഈ പെൺകുട്ടിയെ കാണാതായിട്ട് 4 മണിക്ക് പോലീസിന് പരാതി ലഭിക്കുന്നു. പിന്നീട് പോലീസ് ഊർജിതമായി ഒരു തെരച്ചിൽ നടത്തുന്നു. പക്ഷേ അത് പെൺകുട്ടിയിലേക്ക് എത്തുന്ന തരത്തിൽ ഒരു സൂചന ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനുവേണ്ടിയുള്ള ഊർജിത ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, കഴക്കൂട്ടം പോലീസിൻ്റെ ഭാഗത്തു നിന്നും മാത്രമല്ല നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പെൺകുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും പോലീസ് നടത്തുന്നു. DCP ഭരത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ വ്യാപകമായ
ഒരു തിരച്ചിൽ തന്നെ ഈ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ പോലീസ് നായയുടെ പരിശോധന അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിലും എന്തെങ്കിലും തെളിവുകളോ അല്ലെങ്കിൽ കുട്ടിയിലേക്ക് എത്തിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ലീഡ് ലഭിക്കുമോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. റോഷ്നി. അശ്വിൻ, ഈ രാവിലെ 10 മണി എന്ന് പറയുമ്പോൾ ആളുകളുടെ ശ്രദ്ധ വരുന്നൊരു സമയം തന്നെയാണല്ലോ അത്. അപ്പോൾ ഇവർ ഈ കുടുംബം വാടകയ്ക്ക് താമസിക്കുന്ന വീടിനടുത്തായി ഒരുപാട് വീടുകൾ ഉണ്ടോ? ആ പ്രദേശം എങ്ങനെയാണുള്ളത്? റോഷ്നി, ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഈ കോമ്പൗണ്ടിൽ തന്നെ ഏതാണ്ട് 4ഓളം വീടുകളുണ്ട്. പക്ഷേ ഇവരാരും അറിയാതെയാണ് ഈ പെൺകുട്ടി പുറത്തു പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് അവധി ദിവസം കൂടിയാണ്. പക്ഷേ ആളുകളൊക്കെ ഉള്ളൊരു ദിവസം, എന്നിട്ടും ഈ പെൺകുട്ടി ഇത്തരത്തിൽ ഇറങ്ങിപ്പോകുന്നത് ആരും കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന അത് പോലീസ് ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു പരിശോധന നടക്കുന്നു. പക്ഷേ അത് അതിൽ കാര്യമായി ഒന്നും കണ്ടെത്താൻ പോലീസിന് കഴിയാത്ത ഒരു സാഹചര്യം. പിന്നീട് വീണ്ടും ബാക്കി നാട്ടുകാരിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞ് ബാക്കി സമീപവാസികളിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഒരു പരിശോധന നടത്തുന്നു. അതിലും ഒന്നും കണ്ടെത്താനാകുന്നില്ല. അല്ലെങ്കിൽ ആളുകൾക്ക് ഇത്തരത്തിൽ പുതിയ ഒരു കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത്. ഒരു മാസത്തിൽ കഷ്ടി ഒരു മാസം മാത്രമേ ആകുന്നുള്ളൂ. അവരിൽ നിന്നും പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും പോലീസിനും ലഭിക്കുന്നില്ല. അങ്ങനെയാണ് പിന്നീട് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകൾ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കുന്നത്. എന്നിട്ടും കണ്ടെത്താൻ കഴിയുന്നില്ല. പോലീസ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ പെൺകുട്ടി വീട്ടിൽ നിന്നും അമ്മയോട് വഴക്കുണ്ടാക്കിയതിനു ശേഷം ബാഗിൽ തുണികൾ എടുത്തതിന് ശേഷമാണ് ഈ വീട് വിട്ട് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. 10 മണിയോട് കൂടിയാകാം ഈ പെൺകുട്ടി വീട് വിട്ട് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള സെയിൻറ് ആൻഡ്രൂസ് സ്കൂളിലെയും ഗാർഡനിൽ ജോലി ചെയ്യുന്നവരാണ് ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും. അപ്പോൾ ഇവർ ജോലിക്ക് പോയതിന് ശേഷമാണ് പെൺകുട്ടി ഇത്തരത്തിൽ അമ്മ വഴക്ക് പറഞ്ഞ ആ ഒരു വിഷമത്തിൽ വീട് വിട്ട് ഇറങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ വീട് വിട്ടിറങ്ങിയ പെൺകുട്ടിയെ ബാക്കി ആരും കാണുന്നില്ല. ഇവിടെ നിന്നും ഈ പെൺകുട്ടി തനിയെ ഇറങ്ങി നടന്നുപോയി എന്നുള്ളതാണെങ്കിൽ ആരും കാണുന്നില്ല എന്നുള്ളതാണ്. ആരും കണ്ടിട്ടുമില്ല പെൺകുട്ടി എങ്ങോട്ടാണ് പോയതെന്നോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ വേറെ ആരെങ്കിലും വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു കാര്യങ്ങളും ആരും കാണുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ഈ പെൺകുട്ടി എങ്ങോട്ട് കയറിപ്പോയി, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പല സാധ്യതകളുണ്ട്. ഇവിടെ നിന്നും നമുക്ക് ബസ് കയറി പോകാൻ കഴിയും. തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് ഉള്ളതും. ഇവിടെ ഹൈവേ ആണ്. ദീർഘദൂര സർവീസുകൾ നടത്തുന്ന ബസ്സുകൾ ഇവിടെ വരുന്നുണ്ട്, നിർത്തുന്നുണ്ട്, അതിന് സ്റ്റോപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ കയറി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മറ്റേതെങ്കിലും ഓട്ടോ പിടിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകാനുള്ള സാധ്യത, അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെയുള്ള അല്ലെങ്കിൽ തൊട്ട് സമീപത്തായുള്ള ഏതെങ്കിലും വീടുകളിലേക്ക് പെൺകുട്ടി മാറിയിരിക്കുന്നതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിലേക്ക് മാറിയിട്ടുണ്ടോ എന്നുള്ളതടക്കമുള്ള പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും 12 ശരി അശ്വിൻ, എന്തായാലും നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചു വരാം. അന്വേഷണം നടക്കട്ടെ. എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാം.